അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പലതുള്ളി പെരുവെള്ളം എന്ന പഴഞ്ചൊല്ല് കേട്ട് വളർന്നവരാണ് നമ്മിൽ പലരും. ഒരു തുള്ളിയാണെന്ന് പറഞ്ഞിട്ട് നിസ്സാരമായി കാണരുത്. പല തുള്ളികൾ ചേർന്നിട്ടാണ് ഒരു സമുദ്രവും അല്ലെങ്കിൽ വലിയ ജലാശയങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് എന്ന ആശയമാണ്. അത്തരത്തിൽ സമാനമായ ആശയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംസാരമുണ്ട്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ ഒന്നിനെയും നീ ചെറുതായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹി തൽഖിൻ, നിന്റെ സഹോദരനെ ഒരു പുഞ്ചിരി കൊണ്ട് നീ അഭിമുഖീകരിക്കുകയാണെങ്കിലും അതും ഒരു നന്മയാണ്. അത് നീ നിസ്സാരമായി കാണരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ നന്മകൾക്ക് ഒരുപാട് പ്രതിഫലം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ഒതു എടുത്ത് പള്ളിയിലേക്ക് നടക്കുകയാണെങ്കിൽ ആ നടത്തത്തിന് ഒരുപാട് പ്രതിഫലം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല വാക്ക് നമ്മുടെ സഹോദരനെ നോക്കി പറയുകയാണെങ്കിൽ അതാണ് സ്വതക്ക കൊടുത്തതിന് ശേഷം അവനെപ്പറ്റി അത് എടുത്തു പറയുന്നതിനേക്കാൾ നല്ലത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, അത്തരത്തിൽ ചെറിയ ചെറിയ നന്മകൾക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ തിന്മകൾക്ക് അതിൻ്റെ ശിക്ഷയും ഗൗരവവും പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ സഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കുറിയവൾ എന്ന വാക്ക് പ്രയോഗിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ഒരല്പം ഗൗരവത്തിൽ പറയുന്നുണ്ട്. ആയിഷ, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹർ ലമസജത്ഹു, നീ പറഞ്ഞ വാക്ക് ഒരു കടലിൽ കൊണ്ടേ കലർത്തുകയാണെങ്കിൽ ആ കടൽ തന്നെ മലിനമായി പോകുമെന്ന് പറയും. അത്തരം ഗൗരവത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മയാകട്ടെ തിന്മയാകട്ടെ അത് നിസ്സാരമായി കാണരുത്. നിസ്സാരമായ നന്മകൾ പോലും, നമ്മൾ നിസ്സാരമായി കാണുന്ന നന്മകൾ പോലും ഒരുപാട് ചെയ്ത് അള്ളാഹുവിലേക്ക് ഒരുപാട് അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ തിന്മയാണെങ്കിൽ അതിന് ചെറുതല്ലേ എന്ന് കരുതി അതിന് നിസ്സാരമായി വിടാതെ അത് അള്ളാഹുവിലേക്ക് എടുത്തു പറഞ്ഞ് ആത്മാർത്ഥമായി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.